നമ്മളെ പമ്പൈസ് മൂലയിൽ ഈ പേരോട് ഉസ്താദിൻ്റെ പെരീക്ക് ഒരു 5 കിലോ ഇറച്ചി വാങ്ങിക്കണം. അതൊന്ന് നോക്കാൻ നമുക്ക് കേട്ടോ. ഒരു 5 കിലോ ഇറച്ചി വാങ്ങിയിട്ടുള്ളൂ. നോക്കുക അതെന്താ ഇറച്ചിയാണാവോ. ഒരു നല്ല 5 കിലോ ഇറച്ചി പേരോടിൻ്റെ വരെയൊക്കെ കടത്തി. എല്ലാം കാണാൻ ചൊറുക്കും ഉസാറൊക്കെ ഉണ്ട്. അത് എടുത്തൊക്കെ റെഡിയാക്കാൻ നോക്കുമ്പോൾ ആരോ പറഞ്ഞു അത് പന്നിയിറച്ചിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടോ. പേരോട് ഉസ്താദിൻ്റെ പെരീക്ക് കൊണ്ടേ കൊടുത്ത് പന്നിയിറച്ചിയാജ് ഇജ്ജ് വല്ലാത്ത പോത്താട്ടോ. ഇജ്ജ് വല്ലാത്തൊരു പോത്താ. കാരണം ഇപ്പം പന്നിയിറച്ചിയും കച്ചവടം ചെയ്യലെടുത്തിയോ? നിങ്ങൾ ചെയ്യും, നിങ്ങൾ പന്നിയിറച്ചി കച്ചവടം ചെയ്യും. അതിന് വയ്ക്കും നിങ്ങൾക്ക്. കാരണം അതിന് വയ്ക്കും. അതിനെങ്ങനായാലും വയ്ക്കാതിരിക്കൂലല്ലോ. അപ്പോഴല്ലേ നിങ്ങളാകുള്ളൂ. അപ്പോഴേ നിങ്ങളാകുള്ളൂ. പന്നിയിറച്ചി നിങ്ങൾ കച്ചവടം ചെയ്യും. കാരണം അതിൻ്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ നിങ്ങൾ. ഓൻ്റെ ഷെയ്ഖന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഷെയ്ഖാണത്. ഓൻ്റെ ഷെയ്ഖന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഷെയ്ഖാണ്. കാട്ടുകള്ളൻ്റെ മറ്റേ വേറൊരു പിന്നെ ഷെയ്ഖും കൂടിയാണത്. ഒരു പെണ്ണിനെ അതാ കൈ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് കൈ ഇങ്ങനെ മുത്തണ്. എന്നിട്ട് ഓളെ മുഖത്തൊക്കെ എല്ലാവരും പാടെ ഇങ്ങനെ നോക്കി നിൽക്കണ്. ഔ എന്താണ് ഇതിലൊക്കെ കൂടുക നല്ലത് കേട്ടോ. നോയിക്കോളി മക്കളെ. ചെറുപ്പക്കാർ കാണണ്ട, തൊരീക്കത്തിൽ കണ്ടമാനം ആളാവും. പേരോടദ്രാമം കഴിക്കുവോ? ഈ പേരോടദ്രാമം എന്ന് പറഞ്ഞാൽ അവൻ്റെ വാപ്പാൻ്റെ വയസ്സുണ്ട് കേട്ടോ. അവൻ്റെ വാപ്പാനേക്കാളിൽ 2 വയസ്സും കൂടിയും കൂടുതലായിരിക്കും ആർക്ക് പേരോട് ഉസ്താദിന്. എൻ്റെ ഈ പമ്പൈസ് മൂലയിലെ വാപ്പാക്ക് പേരോട് ഉസ്താദിന് അത്ര വയസ്സുണ്ടാവില്ല. ആ പേരോട് ഉസ്താദിന് പേരോട് അദ്രാമ എന്ന് പറഞ്ഞു കേട്ടോ. ആ കടയിൽ നിന്ന് പിന്നെ വാങ്ങാൻ പോവോ? കാരണം വസ്വാസായി അത് പന്നിയാണോ പോത്താണോ എന്ന് ഈ പോത്തിനിക്ക് സംശയം വന്നാൽ പിന്നെ വരാ വൈക്ക് പോകുമോ? ഇതിപ്പോൾ എന്താ സംഗതി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. കാരണം ഇവർ ആര് എന്തിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്ക് ഇവരുടെ ആ വ്യക്തിവൈരാഗ്യം അത് പേരോട് ഉസ്താദാണ്, അത് പൊന്മുള ഉസ്താദാണ്. ഇവരെ 2013 കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയപ്പോൾ പുറത്തേക്ക് ആ അടക്കണേക്കെന്ന് പറഞ്ഞാൽ രാത്രി 12 മണിക്ക് അങ്ങോട്ട് എറിഞ്ഞ് പത്രത്തിൽ സിറാജിലാണ് വന്നത്. അന്ന് അത് പേരോട് ഉസ്താദ് പറഞ്ഞിട്ട് തന്നെ. പേരോട് ഉസ്താദും പൊന്മുള ഉസ്താദ് അന്ന് SYS പിന്നെ SYS ഉള്ളത്. അപ്പോൾ SYSൻ്റെ പ്രസിഡൻറ്റ് പൊന്മുള ഉസ്താദും സെക്രട്ടറി പേരോട് ഉസ്താദുമാണല്ലോ. ഓല് രണ്ടാളുമാണ് എടുത്തെറിഞ്ഞത്. ആ ഒരു ദേഷ്യം എന്തൊക്കെയാണ് പറയണത്. പോത്താക്കണ്, പന്നിയിറച്ചി കൊണ്ടുപോയി കൊടുക്കണത്, പേരോട് അബ്ദുറഹ്മാനാകണ്, എന്തൊക്കെയാണ് ആര് പറഞ്ഞു. ഇപ്പോൾ MT ഉസ്താദ് പറഞ്ഞു, ജിഫിരി തങ്ങൾ പറഞ്ഞു. ഇതൊക്കെ പോലെ അയിമക്കൂടെയൊക്കെ ഇങ്ങനെ തോണ്ടി പോകണുള്ളൂ. എന്നാലും ചത്തവും ചീഞ്ഞവും തിരാപ്പുറ പോയിൽ പോയി നോക്കിയാൽ കിട്ടുന്നു പണ്ട് ഈ വളാഞ്ചേരി ഭാഗത്തു കൂടെയൊക്കെ ഉള്ള ആൾക്കാർ പറയും. കാരണം എവിടെ ചാടിയാലും അത് തിരാപ്പുറ പോയുമായി കൊണ്ടൊരു ബന്ധമുണ്ട്, എന്നാൽ അവിടെ പോയി നോക്കിയാൽ അവിടെ ഉണ്ടാവും എന്ന് പറയണേക്കാം എന്നതുപോലെ എങ്ങനെ ആര് പറഞ്ഞാലും ഇവരെ പേരോട് ഉസ്താദിനെ അതിനകത്ത് കയറും. കാരണം എന്താ, പേരോട് ഉസ്താദാണ് ഇവരെ എറിഞ്ഞിക്കണത്. ഇവരുടെ ടാർഗറ്റ് പേരോട് ഉസ്താദാണ്. അതുകൊണ്ട് ആ പേരോട് ഉസ്താദിനെ തിന്ന മക്കളെ അതുകൊണ്ടൊന്നും കാര്യമില്ല. സമതേ പമ്പൈസോ അതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം എൻ്റെ ഷെയ്ഖന്മാർ കണ്ടത്, എൻ്റെ ഷെയ്ഖന്മാരാണ് നിൽക്കുന്നത് RSSൻ്റെ തുണി കുപ്പായിട്ട് കണ്ട്. RSSൻ്റെ തുണിയും കളറാണ് ഇപ്പോൾ എൻ്റെ ഷെയ്ഖന്മാർക്കുള്ളത്. എൻ്റെ ഷെയ്ഖന്മാർക്കുള്ളതും പിന്നെ അതേമാതിരി എൻ്റെ ഒരു ഷെയ്ഖാണ് ഇപ്പോൾ ഈ പെണ്ണുങ്ങളെ കൈ ഇതാ പിടിച്ച് മുത്തിന്. എന്തൊക്കെയാണ് പിടിച്ച് മുത്തിനുണ്ടെങ്കിൽ പിന്നെ ഷെയ്ഖന്മാരിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഈ കൈ പിടിച്ച് കാണ്ട് ഈ മുത്തുന്നത്. ഓൻ്റെ ഷെയ്ഖന്മാരിൽപ്പെട്ട ആളുകളാണ്. പിന്നെ പെണ്ണാണ് പിടിച്ച് മുത്തുന്നത് കണ്ടില്ലേ. ഇനി ഇവൻ്റെ വേറൊരു ഷെയ്ഖുണ്ട്, ഇവൻ്റെ മറ്റേ ഖലീഫ, ഇവൻ്റെ മേലെ ഖലീഫ, അതാ നൗഷാദും കുഞ്ഞേമും. നമ്മളെ കുഞ്ഞർമു, ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ വരെ കുഞ്ഞേമെന്ന് പേരിട്ട കുഞ്ഞർമു എന്നാണ് പറയാം. നമ്മളെ കുഞ്ഞർമു ആക്കിയും അതുപോലെ നമ്മൾ നൗസും കൂടിയും കുപ്പായിട്ട് വെക്കുന്നുണ്ട്, മഞ്ഞ കുപ്പായം. അത് ആ കളറൊന്ന് നമുക്ക് നോക്കുക, അതെന്തിൻ്റെ കളറാന്ന് നോക്കുക. കണ്ടില്ല ഞങ്ങൾ, അതാ കുഞ്ഞർമു പിന്നെ നൗസും ഇട്ടിക്കണ കണ്ട കളറ്, അത് പിന്നെ RSSൻ്റെ കളറല്ലേ കണ്ടില്ലേ. അതേമാതിരിയാണ് ഇവരുടെ RSSൻ്റെ കളറാണ് ഇവർക്കുള്ളത്. പണ്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത് നിരീശ്വരവാദിയായി എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം എന്ത് ചെയ്തു, ഇപ്പം അതിലും വലിയ സംഭവമാണ് ഇപ്പോൾ കാണുന്നത്. RSSൻ്റെ കളറാണ് ഇപ്പോൾ ഔലിയാക്കളെ കുപ്പായപ്പോൾ കാണുന്നത്. ആകെ ടെക്സ്റ്റൈൽസിൽ കയറിയ മാതിരിയാണ് ഇപ്പോൾ. ആകെ ടെക്സ്റ്റൈൽസിൽ കയറിയ മാതിരി ആകെപ്പാടെ ഒരു ജാതി കളറ്, കറുപ്പും നീലയും മഞ്ഞയും
പാച്ച കേട്ടു എന്നൊക്കെ പാടും. ഒരു ആദ്യ കാട്ടിക്കൂട്ടൽ. ഈ ആദ്യ കാട്ടിക്കൂട്ടലിനെ പറയാതിരിക്കാൻ പറ്റുമോ നൗഷാദെ? ഈ ആദ്യ കാട്ടിക്കൂട്ടലിനെ പറയാതിരിക്കാൻ പറ്റുമോ കുഞ്ഞേമേ? ഈ ആദ്യ കാട്ടിക്കൂട്ടലിനെ പറയാതിരിക്കാൻ പറ്റുമോ പമ്പൈസെ? ഒക്കെ പേരോട് ഉസ്താദിൻ്റെ തലമക്കട് കയറണം. ഇനിതാ ഈ പേരോട് ഉസ്താദിനെ പറ്റിയിട്ട് തന്നെ ഇവരെ കാട്ടുകള്ളൻ ഷെയ്ഖ് ഒരു ദ്വാ നടത്തുന്നുണ്ട് കേട്ടോ. കാട്ടുകള്ളൻ ഷെയ്ഖിൻ്റെ ഒരു ദ്വാ ഉണ്ട്, അതൊന്ന് കേട്ട് നോക്കിട്ടോ. എന്താണ് ആ പറയുന്നത് നോക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ശേഷം പറയാം നമുക്ക്. ഹബീബായ തങ്ങളെ കോലത്തിൽ സ്വപ്നത്തിലും ശൈത്താൻ വരുമെന്ന് ധിക്കാരപൂർവം പറഞ്ഞ് ദൂഷിച്ച അഹ്ലുകാരൻ എന്താ ചങ്ങായിയെ പറയണു? ഒരു ദ്വാ ചെയ്യാണല്ലോ ഈ ചങ്ങായി, ഒരു ദ്വാ നടത്തുകയാണ്. എന്നിട്ട് ആ ദ്വായിൽ പറയണ നോക്കാം നിങ്ങൾ. ആരെ അങ്ങനെ പറഞ്ഞത്? ഹബീബായ റസൂലുള്ളാന്റെ കോലത്തിൽ സ്വപ്നത്തിൽ ശൈത്താൻ വരുന്ന ആരെ പറഞ്ഞത്? അങ്ങനെ ആരെ പറഞ്ഞത്? ഈ ഹാഫിദല്ലേ പറഞ്ഞത്? ഹബീബായ റസൂലുള്ളാന്റെ കോലത്തിൽ സ്വപ്നത്തിൽ ശൈത്താൻ വരുന്ന പറഞ്ഞത് ആരാണ്? ഇച്ചങ്ങായിയല്ലേ പറഞ്ഞത്? വേറെ ആരാ പറഞ്ഞത്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിക്കണോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാളും പറഞ്ഞിട്ടില്ല. അയാൾ പറയില്ല. നിന്ന് വാദത്തിൽ നിന്ന് ചിന്തയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്, കാക്കുക. നല്ലൊരു ദ്വാ പടച്ചോനിലേക്ക് കൈ ഉയർത്തിയാണ്ട് ഇഖ്ലാസോടെ ദ്വാ ഇരിക്കുകയാണ്. ഇതിൽ വേണ്ടാത്ത കെട്ടിക്കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെയല്ലേ പറയാൻ തോന്നുള്ളൂ. ആരാ അങ്ങനെ പറഞ്ഞത്? ആരാണ് അങ്ങനെ പറഞ്ഞത്? എൻ്റെ വാദം പേരോട് ഉസ്താദാണല്ലോ. പേരോട് ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്നാണല്ലോ. എന്നാൽ ഈ പേരോട് ഉസ്താദ് പറഞ്ഞ വാദവും ജഫിരി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ വാദവും MT അബൂബക്കർ ഉസ്താദ് പറഞ്ഞ വാദവും അതുപോലെ തന്നെ കേരളത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെയും വാദം ഒന്നാണ്. എൻ്റെ വാദം വ്യത്യാസമുണ്ട്. ഇത് പറഞ്ഞത് ഇപ്പം എന്താണ്? റസൂലുള്ളാഹിൻ്റെ രൂപത്തിലും ഭാവത്തിലും സ്വപ്നത്തിൽ ശൈത്താൻ വരും എന്ന് പറഞ്ഞു. ആരാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഒരാളുടെ വാദം അങ്ങനെ ഉണ്ടായിട്ടില്ല. അവരെ വിശ്വസിച്ചുറപ്പിച്ച പാവപ്പെട്ട സാധാരണക്കാര് ഷെയ്ഖേ, നാടന്മാരെ കാര്യവും അതിലുറപ്പിച്ച ആൾക്കാരെ കാര്യമൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് ഷെയ്ഖേ, അതിലൊന്നും നിങ്ങൾ ബേജാറാണ്ട. ഇപ്പം നിങ്ങൾ ബേജാറാണ്ട. പക്ഷെ അവിടെ ഒന്നും അല്ല വിഷയം. നിങ്ങൾ റസൂലുള്ളാൻ്റെ കോലത്തിൽ സ്വപ്നത്തിൽ ശൈത്താൻ വരുമെന്ന് പറഞ്ഞ വാദം എന്ന് പറഞ്ഞല്ല. അങ്ങനത്തെ ഒരു വാദം പേരോട് ഉസ്താദ് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനത്തെ ഒരു വാദം അല്ലല്ലോ പേരോട് ഉസ്താദ് പറഞ്ഞത്. പേരോട് ഉസ്താദ് പറഞ്ഞത് എന്താ? ശൈത്താൻ്റെ രൂപത്തിൽ റസൂലുള്ളാൻ്റെ രൂപത്തിൽ ശൈത്താന് വരാൻ കഴിയില്ല അല്ലേ? റസൂലുള്ളാഹിൻ്റെ രൂപത്തിൽ ശൈത്താന് വരാൻ കഴിയില്ല. അത് എല്ലാവരെയും വാദമാണ്. അതെല്ലാവരുടെയും വാദമാണ്. റസൂലുള്ളാഹിൻ്റെ രൂപത്തിൽ ശൈത്താന് വരാൻ കഴിയില്ല. പക്ഷേ ശൈത്താന് ഞാൻ റസൂലുള്ളാഹിയാണെന്ന് പറയാൻ കഴിയുമെന്ന് അതെല്ലാവർക്കും അറിയണമല്ലേ. ശൈത്താന് പറയാലോ ഞാൻ റസൂലുള്ളാഹിയാണെന്നുള്ളത്. വന്നിട്ട് പറയാലോ ശൈത്താൻ നിങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾ എത്ര പ്രാവശ്യം കണ്ടിക്കും? എന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ വന്ന് പറയണില്ലേ ഞാൻ റസൂലുള്ളാഹിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കണില്ലേ? എന്നിട്ട് നിങ്ങൾ വിളിച്ചു തരികയല്ലേ നിങ്ങളെ മുരീദന്മാരോട്? റസൂലുള്ള അന്നേരം ചേർത്ത് വന്നിരുന്നു. പിറ്റേന്നും കടന്നുറങ്ങുമ്പോൾ ഇയാൾക്ക് നല്ല വിശ്വാസമാണ്, അപ്പോൾ പിന്നെ വേഗം പിന്നെ ഞാനൊന്നും കൂടി ചെല്ലട്ടെ വിചാരിച്ച് കണ്ട് പിറ്റേന്നും ശൈത്താൻ കടന്നുറങ്ങുമ്പോൾ വരും ഞാൻ റസൂലുള്ളാഹിയാണ്. എന്തൊക്കെയാണ് എൻ്റെ വർത്താനം? സുഖം തന്നെ അല്ലേ? എനിക്കിനി എന്തെങ്കിലും ഞാൻ ചെയ്തു തരാണ്ടോ? എനിക്കിനി ആരെങ്കിലും എന്തെങ്കിലും കാട്ടാണ്ടോ? പിന്നെ എന്തെങ്കിലും ചെയ്യാണ്ടോ എന്ന് എന്ത് ചെയ്യും? പിന്നെ ശൈത്താൻ അങ്ങനെ ചോദിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണോ? റസൂലുള്ള ഇന്നലെ വന്നുകൊണ്ട് ഇങ്ങോട്ട് അതൊക്കെ ചോദിച്ചിട്ടോ എന്ന് അറിയുന്നുണ്ടാവും. അത് നിങ്ങൾ മുരീദന്മാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അങ്ങനെയല്ലേ സംഭവം. കാരണം റസൂലുള്ളാഹിൻ്റെ കോലത്തിൽ ആർക്ക് വരാൻ കഴിയില്ല? ശൈത്താന് വരാൻ കഴിയില്ല. അത് അഖിലുസുന്നയുടെ വാദമാണ്. റസൂലുള്ളാഹിൻ്റെ കോലത്തിൽ ശൈത്താന് വരാൻ കഴിയില്ല. അത് അഖിലുസുന്നയുടെ വാദമാണ്. ആ വാദം പേരോട് ഉസ്താദ് വിളിച്ചു പറഞ്ഞു, ജിഫിരി തങ്ങൾ വിളിച്ചു പറഞ്ഞു. ലോകര് മുഴുവനും അഖിലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ മുഴുവനും വിശ്വസിക്കുന്നതും വിളിച്ചു പറയുന്നതും അത് തന്നെയാണ്. അതിന് യാതൊരു തർക്കമല്ല. ആ സമയത്ത് ശൈത്താൻ പറയാണ് ഞാൻ റസൂലുള്ളാഹിയാണെന്ന് പറയാം. ശൈത്താന് പറയാലോ ഞാൻ റസൂലുള്ളാഹിയാണെന്ന്. ശൈത്താൻ കളി തോന്നിട്ട് പറയാം ഞാൻ പ്രധാനമന്ത്രിയാണെന്ന് പറയാലോ. ശൈത്താൻ വന്നിട്ട് പറയാം ഞാൻ ജിബ്രീൽ പിന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവാണെന്ന് പറയാലോ. ആരാണെങ്കിലും ഇന്ന ആളാണെന്ന് ശൈത്താന് പറയാൻ കഴിയുമല്ലോ. അത് പറയാൻ കഴിയുമല്ലോ. രൂപത്തിൽ രൂപാന്തരപ്പെടാൻ കഴിയൂല. എന്താ മൂലം ചെറിയ കുട്ടികൾക്ക് വരെ
ഇതറിയും. ഞാൻ ചിലപ്പോൾ ഒരു ദിവസം മദ്രസ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികൾക്ക് വരെ ആ വിഷയം മനസ്സിലായി, ആ കുട്ടികൾക്ക് വരെ അത് മനസ്സിലായി. നിങ്ങൾക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നൗഷാദിന് മനസ്സിലായിട്ടൊന്നുമില്ല കേട്ടോ. നൗഷാദിന് വിഷയമൊക്കെ തിരിയും, നൗഷാദിന് കാര്യമൊക്കെ മനസ്സിലാക്കണം. പക്ഷേ കാര്യം മനസ്സിലാകായിയൊന്നല്ല. പക്ഷേ നൗഷാദിൻ്റെ ഒരാടുത്ത് ഒഴിവാക്കിയാലോ അന്ന് പേരോട് ഉസ്താദ്, ആ ഒഴിവാക്കിയ ഈറയാണ്. അല്ലാതെ വേറൊന്നും നൗഷാദിനില്ല, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി കുഞ്ഞാമ്മ എന്താ പറയുക നോക്കാം. കുഞ്ഞാമ്മീൻ്റെ കുറച്ച് ഒരു എൻ്റെ കുഞ്ഞാമ്മീൻ്റെ കേട്ട് നോക്കാം നമുക്ക്. ഇതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ അതിനെതിരെ പ്രമേയം പാസാക്കിയിട്ടില്ലേ? അതിപ്പോ അക്കാലഘട്ടത്തിലെ മശായിഖന്മാരെ നിർദ്ദേശത്തിലുള്ള ആൾക്കാരാവൂല. കുഞ്ഞേമ്മ ഇപ്പോൾ ഇംഗ്ലീഷിലാണ്. അതിപ്പോൾ പിന്നെ അന്ന് എതിർത്തത് അക്കാലത്തിലുള്ള ഈ കാട്ടുകള്ളിൻ്റെ ശേഖന്മാരെ നിർദ്ദേശപ്രകാരം ആവൂല. എല്ലാത്തിനും കണ്ടു